ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. 7ാമത്തെ ശ്ലോകം. അഥശയാനസ്യ ശിശോരനോൽപകപ്രവാളമൃദ്വാംഘ്രിഹതം വ്യവർത്തത വിധ്വസ്തനാനാരസകുപ്യഭാജനം വ്യത്യസ്തചക്രാക്ഷവിഭിന്നകൂപരം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അഥ എന്ന് പറഞ്ഞാൽ താഴെ എന്നുള്ള അർത്ഥം. നമ്മൾ അധപ്പതനം, താഴേക്ക് പതിക്കുക എന്ന് പറയുന്നത്. അഥ താഴെ, ശയാനസ്യ എന്ന് പറഞ്ഞാൽ താഴെ അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ആരെ? നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ. അങ്ങനെ കിടത്തിയിരുന്ന ശിശോരനോൽപകപ്രവാളം മൃദ്വാംഘ്രിഹതം. ഒരല്പം വലിയ പദമാണ്. ശിശോഹോ അനഹ അൽപകപ്രവാള മൃദ്വാംഘ്രിഹതം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നുണ്ട്. ശിശോ എന്ന് പറഞ്ഞാൽ ആ ശിശുവിൻ്റെ, ആ ഉണ്ണിയുടെ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ. അനഹ എന്ന് പറഞ്ഞാൽ ആ ശകടം. അൽപക പ്രവാള മൃദ്വാംഘ്രിഹതം. അൽപകപ്രവാള, അല്പം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ചെറുത് എന്നുള്ള അർത്ഥത്തിലാണ്. ചെറുതായിട്ടുള്ളതും അതേസമയം പ്രവാള എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്, വളരെ ഇളം തളിരുപോലെ മൃദുവായിട്ടുള്ളത്. ഇളം തളിരുപോലെ മൃദ്വാംഘ്രി, മൃദുവായിട്ടുള്ള അംഘ്രി എന്ന് പറഞ്ഞാൽ പാദങ്ങൾ. അപ്പോൾ വളരെ ചെറുതും ഇളം തളിരുപോലെ മൃദുവായിട്ടുള്ളതുമായിട്ടുള്ള ആ പാദങ്ങൾ കൊണ്ട് ഹതം എന്ന് പറഞ്ഞാൽ ഹനിച്ച, അല്ലെങ്കിൽ ക്ഷതമേൽപ്പിച്ച. ഇവിടെ ഹനിച്ച എന്ന് തന്നെ എടുക്കണം, കാരണം അവിടെ ആ അസുരനെ അതോടുകൂടി ഇല്ലാതെയാകുകയാണ്. അവിടെ ഹനിച്ച. വ്യവർത്തത, വ്യവർത്തത എന്ന് പറഞ്ഞാൽ തൻ്റെ എതിർദിശയിലേക്ക് വീണു എന്നുള്ള അർത്ഥം. മറിഞ്ഞു വീണു. എങ്ങനെ? വിധ്വസ്ത നാനാരസ കുപ്യഭാജനം. വിധ്വസ്ത എന്ന് പറഞ്ഞാൽ ധ്വംസിക്കപ്പെട്ടത്, ഇല്ലാതെയാക്കിയ, നശിപ്പിച്ചതായിട്ടുള്ള. എങ്ങനെ? നാനാരസ കുപ്യഭാജനം. നാനാരസ, പല വിധത്തിലുള്ള രുചികളോട് കൂടിയ കുപ്യഭാജനം. പിച്ചളപാത്രങ്ങളിലൊക്കെ വെച്ചിരുന്ന ആഹാരം കൂടി അതിൻ്റെ കൂടെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഒരു വണ്ടിയുടെ, ശകടം എന്ന് പറഞ്ഞൊരു വണ്ടി, നമ്മൾ മുമ്പൊക്കെ പറയില്ലേ കളവണ്ടിയൊക്കെ പോലെ ഒരു വണ്ടി എന്നാണ് ശകടം എന്നുള്ളതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ആ വണ്ടിയുടെ താഴെയായിട്ട് ഉണ്ണിയെ കൊണ്ടുവന്ന പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടോട്ടെ, അതേസമയം വെയിലും ഒന്നും ഏൽക്കില്ലാത്ത നമ്മുടെ ഉണ്ണിക്ക് എന്ന് കരുതിയിട്ട് യശോദാമ്മ അതിൻ്റെ അടുത്ത് ആ വണ്ടിയുടെ താഴെയായിട്ടാണ് നമ്മുടെ ഉണ്ണിയെ കൊണ്ട് കിടത്തിയിരുന്നത്. ഈ വണ്ടിയായിട്ട് വന്ന് നിൽക്കുന്നതാകട്ടെ ശകടാസുരൻ എന്നൊരു അസുരനാണ്. ശകടത്തിൻ്റെ രൂപം എടുത്ത് വന്നതാണ്. കംസൻ്റെ ഒരു പ്രധാന കൂട്ടാളിയായിരുന്നു. ആ അസുരൻ ശകടത്തിൻ്റെ രൂപം എടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ് 3ാം പക്കപ്പിറന്നാൾ ദിനം നമ്മുടെ ഉണ്ണിയെ ഇല്ലാതെയാക്കാനായിട്ട്. അങ്ങനെ ആ ഒരു ശകടം അവിടെ കിടന്നപ്പോൾ, പതിവില്ലാതെ ഒരു ശകടം കണ്ടിട്ടും ശ്രദ്ധിക്കാതെ, ആ തിരക്കിനിടയിൽ അത് ശ്രദ്ധിക്കാതെ പോയ യശോദാമ്മയും മറ്റു ഗോപസ്ത്രീകളുമൊക്കെ ഉണ്ണിയെ പുറത്തെ കാഴ്ചകളൊക്കെ കാണട്ടെ, കാക്കയും ഒക്കെ പറന്നു നടക്കുന്നു, അതുമൊക്കെ കാണട്ടെ, പലതരത്തിലുള്ള മരങ്ങൾ, കിളികളുടെ ശബ്ദം, ഇതൊക്കെ കാണട്ടെ എന്ന് കരുതി, വെയിലും കൊള്ളില്ലല്ലോ എന്ന് കരുതി അതിൻ്റെ താഴെ സുരക്ഷിതമായിട്ട് തൻ്റെ ഉണ്ണിയെ കൊണ്ടുവന്ന് കിടത്തുകയാണ് ഇവിടെ. ആ ഉണ്ണി അവിടെ കിടന്ന് കൈകാലിട്ടടിച്ച് വിശന്നിട്ട്
കൈകാലിട്ടടിച്ച് കരയുന്നൊന്നും യശോദാമ്മ കേൾക്കുന്നില്ല. ഈ ഉണ്ണി എന്താ ചെയ്ത, കൈയും കാലും ഉയർത്തി കുടഞ്ഞ കാലെടുത്ത് നല്ല ശക്തിയായിട്ട് കുടഞ്ഞൊന്ന് കരഞ്ഞതും ആ വണ്ടി, ആ ചാടുള്ള വണ്ടി അങ്ങനെ, ആ ചക്രമുള്ള വണ്ടി അങ്ങനെ മറുഭാഗത്തേക്ക്, തൻ്റെ മുകളിലേക്കല്ല പതിച്ചത്, മറുഭാഗത്തേക്ക് കാലുകൊണ്ട് ചവിട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ പുറത്തേക്കല്ല വീഴുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അഥവാ അതിൻ്റെ വിപരീത ദിശയിലേക്ക്. കാലെങ്ങോട്ടേക്കാണോ ചവിട്ടുക നമ്മളല്ലേ, അപ്പോൾ നമ്മുടെ മുൻഭാഗത്തേക്ക് ദൂരേക്ക് വീഴുന്നു ആ ചക്രം. ആ ചക്രം വീഴുമ്പോൾ ആ ചക്രത്തിൻ്റെ ഇങ്ങനെ ഒരു വണ്ടി കിടക്കുന്നത് ശ്രദ്ധിക്കാതെ വരുന്നവരെയൊക്കെ സൽക്കരിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ എല്ലായിടവും നിറയെ ജനങ്ങളുണ്ട്. ഇതിൻ്റെ അടുത്താണെങ്കിൽ കുറേ ഗോപാലന്മാർ കളിക്കുന്നുമുണ്ട്, കുറേ ചെറിയ ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ സൽക്കാരത്തിന് ഇവരൊരുക്കിയിരുന്ന പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ പല പിച്ചള പാത്രങ്ങളിലായിട്ട് കൊണ്ടുവന്ന ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നു, അപ്പോൾ ഇതിൻ്റെ പുറത്ത് വെച്ച് ഇവിടുന്ന് എടുത്ത് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതിനായിട്ട് ഇതിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ പിച്ചളപാത്രങ്ങളും അതുപോലെ പലതരത്തിലുള്ള വിഭവങ്ങൾ, നാനാരസ പലതരത്തിലുള്ള രുചിയോട് കൂടിയ വിഭവങ്ങൾ ഉണ്ടായിരുന്ന പിച്ചളപാത്രങ്ങളും കൂടി നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വീഴ്ചയുടെ ശക്തിയാണ്. പിച്ചളപാത്രം ഒരു കുഞ്ഞിൻ്റെ കാല് കൊണ്ടാൽ അത് നശിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ ആ വീഴ്ചയുടെ ആഘാതം, ആ ശകടത്തിൻ്റെ പതനത്തിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രമാത്രം ശക്തിയായിട്ടാണ് അത് പതിച്ചതെന്ന്. ഭക്ഷണം പോകുമായിരിക്കും, അത് കുട്ടികളുടെ കാലുകൊണ്ട് തട്ടിയാലും പോകും. പക്ഷെ ആ പാത്രം, ഒരു പിച്ചളപാത്രം പോകണമെങ്കിൽ ആ വീഴ്ചയുടെ മാത്രമല്ല ആ ഏറ്റ ആഘാതത്തിൻ്റെ ശക്തി നമുക്കവിടെ വെളിവാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തു പറഞ്ഞത്. പിച്ചളപാത്രം പോലും നശിപ്പിക്കപ്പെട്ടു, വിധ്വസ്ത, അതെല്ലാം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെയോ വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം. വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചക്രാക്ഷ വിഭിന്ന കൂപരം. ഈ ചക്രങ്ങൾ, അക്ഷം എന്ന് പറഞ്ഞാൽ അച്ചുതണ്ടാണ്. ആ വണ്ടിയുടെ ഒരു അച്ചുതണ്ടുണ്ടല്ലോ നടുക്കുള്ളത്, അത് അങ്ങനെ വിഭിന്ന കൂപരം. വിഭിന്നം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒടിഞ്ഞു പോവുക. ഈ ശകടത്തിൻ്റെ ചക്രങ്ങൾ, അതിൻ്റെ അച്ചുതണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി, അതങ്ങോട്ട് ഒടിഞ്ഞു വീണു. വിഭിന്ന കൂപരം, എല്ലാം അങ്ങനെ ഒടിഞ്ഞ് അത് ചിന്നിച്ചെതറി എന്ന് പറയുമ്പോൾ ആ ശകടം തന്നെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അഥവാ ആ ശകടാസുരനെയാണ് ഭഗവാൻ ഇവിടെ വധിക്കുന്നത്. ആ ശകടം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ ആ ഒരു ആഘാതം, എന്നതിൻ്റെ ആ ഒരു വലുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശകടത്തിൻ്റെ മുകളിലിരുന്ന പിച്ചളപാത്രങ്ങൾ പല കഷ്ണങ്ങളായി പൊട്ടിപ്പോയി, അത് തന്നെ നശിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ ചക്രം പല കഷ്ണങ്ങളായി, ഈ ശകടത്തിൻ്റെ പല ഭാഗങ്ങളാണ് ചക്രങ്ങൾ, അച്ചുതണ്ട്, ഇങ്ങനെയുള്ളതെല്ലാം. അതെല്ലാം തന്നെയും ഈ ഒരു ഉണ്ണിയുടെ ചവിട്ടേറ്റ് കാലിൻ്റെ ഒരു സ്പർശനം കൊണ്ട് അത് ഛിന്ന ഭിന്നമായി എന്ന് പറയുമ്പോൾ ഈ അസുരൻ്റെ ശരീരഭാഗങ്ങളാണ് അവിടെ ഛിന്ന ഭിന്നമായി പോയത്. അഥവാ അസുരൻ തന്നെ ഇവിടെ ഇല്ലാതെയായിരിക്കുന്നു, അസുരനെ കൊന്നിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ആലങ്കാരിക ഭാഷ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിച്ചളപാത്രങ്ങൾ പൊട്ടിപ്പോയി, ശകടത്തിൻ്റെ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ, ശകടരൂപത്തിൽ വന്ന അസുരൻ്റെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ ഒരു ഉണ്ണി, അതും എങ്ങനെ, ആദ്യമേ വ്യാസഭഗവാൻ പറഞ്ഞു ഇവിടെ ഈ ഉണ്ണിയുടെ ഇളം തളിരുപോലെ മൃദുവായ കുഞ്ഞുപാദങ്ങൾ കൊണ്ട് ചവിട്ടിയിട്ടാണ്. ഇവിടെ ഭഗവാന് വലിയ രൂപമൊന്നും എടുക്കേണ്ടി വന്നില്ല ഈ ഒരു അസുരനെ ഇല്ലാതെയാക്കാനായിട്ട്. പൂതനയെ എപ്രകാരം ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഇരുന്ന് തന്നെ ഇല്ലാതെയാക്കിയോ അതേപോലെ ഒരു കുഞ്ഞു കാലുകൊണ്ട് ഈ അസുരനെയും ഇല്ലാതെയാക്കിയിരിക്കുന്നു. നമുക്കറിയാം, മഹാബലിയുടെ
ആ ഒരു അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ മഹാബലിയിൽ ഒരല്പം കൂടി ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ആ ശുദ്ധീകരണത്തിനായിക്കൊണ്ട് ഭഗവാൻ 3 അടിയായി ഈ 3 ലോകങ്ങൾ 2 അടിയായി 3 ലോകങ്ങളും അളന്നെടുക്കാൻ ഭഗവാൻ തൻ്റെ രൂപത്തെ വലുതാക്കേണ്ടി വന്നിരുന്നു. ഹിരണ്യകശിപുവിനെ കൊല്ലാൻ നരസിംഹാവതാരമായി വന്നപ്പോൾ അത് ഭീമാകാര രൂപമായിരുന്നു. ഹിരണ്യാക്ഷനെ കൊല്ലാൻ വരാഹമായി അവതരിച്ചപ്പോഴും അത് ഭീമാകാര രൂപമായിരുന്നു. 3 ലോകങ്ങളും വിറച്ചു എന്നാണ് ആ വരാഹാവതാരം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ, ഈ കൃഷ്ണാവതാരത്തിൽ രൂപം കൊണ്ട് നമുക്ക് ഭഗവാന് ഒന്നിനെയും ഇല്ലാതെയാക്കിയിട്ടില്ല. രൂപം വലുതാക്കിയിട്ട് തൻ്റെ അപ്പോഴത്തെ ഈ മനുഷ്യജന്മമായി എടുത്തപ്പോൾ ഓരോരോ ഘട്ടത്തിലും തൻ്റെ രൂപം എന്താണോ അതാത് രൂപത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഭഗവാൻ ഹനിക്കേണ്ടവരെയൊക്കെ ഹനിച്ചിരിക്കുന്നത്. പൂതനയെ ഹനിച്ച ഒരു കുഞ്ഞായിട്ട് പാല് കുടിച്ചുകൊണ്ടാണ്. ഇവിടെ ശകടാസുരനെ കുഞ്ഞൊരു കാല് മാത്രമേ വേണ്ടി വന്നുള്ളൂ. കംസനെ കൊല്ലാനും ആ 11 വയസ്സുള്ള ബാലന്, ആ ഉണ്ണിക്ക്, ആ കുഞ്ഞു കൃഷ്ണന് രൂപം വലുതാക്കേണ്ടി വന്നില്ല. അങ്ങനെ ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ ഉടനീളം നോക്കിയാൽ ഭഗവാൻ എങ്ങും തൻ്റെ രൂപം വലുതാക്കിയിട്ടല്ല ലീലയാടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഹനിക്കേണ്ടവരെ ഹനിച്ചിരിക്കുന്നത്, ഭൂമിദേവിയെ രക്ഷിച്ചിരിക്കുന്നത്. താൻ ഏതൊരു രൂപത്തിലാണോ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്ന അതേ രൂപത്തിലിരുന്നു കൊണ്ട് തന്നെ തൻ്റെ ശക്തിയുടെ പ്രഹരം രൂപത്തിനതീതമായി തൻ്റെ എതിരാളിയെ അറിയിച്ചുകൊണ്ടാണ് ഓരോ വധവും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ മോക്ഷവും. പലതും ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടുക എന്ന് പറയുന്നത് മോക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ദുഷ്ടരായ ഈ സുകൃതികൾക്ക്, ദുഷ്ടരായി ജനിക്കേണ്ടി വന്ന ഈ സുകൃതികൾക്ക് ഭഗവാന്റെ കയ്യാൽ മരണം വരിച്ചുകൊണ്ട് മോക്ഷപദത്തിലേക്ക് എത്താനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചു എന്ന് വേണം കണക്കാക്കാൻ. പ്രാരബ്ധങ്ങൾ അവർക്ക് ദുഷ്ടരുടെ ജന്മമായിരിക്കാം കൊടുത്തിരുന്നത്. പക്ഷേ ഏതോ ജന്മത്തെ സുഹൃതം കൊണ്ട് ഭഗവാനിലേക്ക് തിരികെ എത്തിച്ചേരാനുള്ള ഒരു പുണ്യം ആ ഓരോ ജീവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു തരത്തിൽ നമുക്കൊക്കെ ഇനിയും എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരുമെന്നറിയില്ല ആ ഭഗവത്പാദങ്ങളിൽ ലയിച്ചു ചേരാൻ. ഭഗവാനെ ഏറ്റവും ദുഷ്ടരായിട്ടുള്ളവരോട് പോലും അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം, അവിടുത്തെ കൃപാകടാക്ഷം എത്ര വലുതാണ് ഭഗവാനെ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. അധശയാനസ്യ ശിശോരനോൽപക പ്രവാള മൃദ്വാഘ്രിഹതം വ്യവർത്തത വിധ്വസ്തനാനാരസകുപ്യഭാജനം വ്യത്യസ്തചക്രാക്ഷ വിഭിന്നകൂബരം. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ പദത്തിൽ തന്നെ ഒരു വിസർഗമുണ്ട്. അധശയാനസ്യ, അവിടെ ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. പിന്നെയുള്ളത് ഒരല്പം വലിയൊരു പദമാണ്. ശിശോരനോൽപക പ്രവാള മൃദ്വാഘ്രിഹതം. അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെറിയ വാക്കുകളായി പറയുന്നുണ്ടല്ലോ, ശിശോഹോ അനഹ അൽപക പ്രവാള മൃദു അഘ്രിയാണ് മൃദ്വാഘ്രി ഹതം. ഇങ്ങനെ പല വാക്കുകൾ അതിൽ വരുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് വായിക്കുക. അവിടെയും മൃദ്വാഘ്രിയാണ്. മൃദ്വങ് ഘ്രി എന്നെടുക്കരുത്, മൃദു അഘ്രിയാണ് മൃദ്വാഘ്രി, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വരിയിലും വിധ്വസ്ത നാനാരസ കുപ്യഭാജനം. അത് വാക്കുകൾ കുറച്ചുകൂടി മലയാളവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ലളിതമായതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. അതിൻ്റെ അടുത്ത വരിയിലും അവിടെ വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂബരം. അത് ചില ബുക്കുകളിൽ വ്യത്യസ്ത എന്നുള്ളത് ഒരു വാക്കായിട്ടും പിന്നെ അടുത്തത് ചക്രാക്ഷ വിഭിന്ന കൂബരം അങ്ങനെയായിരിക്കാം കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണോ അവരവരുടെ ബുക്കിലുള്ളത് അതിനനുസരിച്ച് വായിക്കുക. അത് ചേർത്താണെന്നുണ്ടെങ്കിൽ ചേർത്ത് തന്നെ വായിക്കുക. ഇല്ല എങ്കിൽ
വ്യത്യസ്ത എന്ന് വായിച്ചിട്ടൊന്ന് നിർത്തി ചക്രാക്ഷ വിഭിന്ന കൂപരം എന്ന് വായിച്ചാലും തെറ്റില്ല. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ദൃഷ്ട്വാ യശോദാ പ്രമുഖാ വ്രജസ്ത്രിയ ഔത്ഥാനികേ കർമ്മണിയാ സമാഗതാ നന്ദാദയശ്ചാത്ഭുതദർശനാകുലാ കഥം സ്വയം വൈ ശകടം വിപര്യഗാത്. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ദൃഷ്ട്വ, ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്. യശോദ പ്രമുഖ, യശോദയും മറ്റുള്ള പ്രമുഖരെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന വിശിഷ്ടരായിട്ടുള്ള അതിഥികളും. വ്രജസ്ത്രീയ, ആ വ്രജത്തിലെ ആ ഗോകുലത്തിലെ സ്ത്രീകള്, ഗോപസ്ത്രീകള്. ഔത്ഥാനികേ കർമ്മണി, കർമ്മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു കർമ്മത്തിൽ. ഔത്ഥാനികെ, ഈ ഒരു ഉത്ഥാന കർമ്മത്തിൽ അഥവാ ഈ പക്കപ്പിറന്നാൾ ദിനത്തിൽ. യാ സമാഗത, യാ ആരൊക്കെയാണോ ഇവിടെ സമാഗതാഹ വന്നിരുന്നവരും. നന്ദാദയശ്ച അത്ഭുത ദർശനാകുല, നന്ദാദയശ്ച അത്ഭുത ദർശനാകുലാഹ. ഇങ്ങനെ 2 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. നന്ദാദയശ്ച എന്ന് പറഞ്ഞാൽ നന്ദഗോപരാദിയായിട്ടുള്ളവരും. ധാരാളം ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെയുണ്ട്. ധാരാളം വിശിഷ്ടാതിഥികളുണ്ട്, ബ്രാഹ്മണരുണ്ട്, അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ നന്ദഗോപരാദിയായിട്ടുള്ളവരും. ആദ്യം സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് പറഞ്ഞു. യശോദാദേവിയും അവിടെ ഉണ്ടായിരുന്ന ആ ഗോകുലത്തിലുള്ള മറ്റു ഗോപസ്ത്രീകൾ, വന്നിരുന്ന മറ്റു പ്രമുഖരായിട്ടുള്ളവരെ, വിശിഷ്ടാതിഥികൾ, നന്ദഗോപരും മുതലായിട്ടുള്ളവരും എന്ന് പറഞ്ഞാൽ മറ്റുള്ള ധാരാളം പുരുഷന്മാരുണ്ട് അവിടെ. അവരെല്ലാവരും അത്ഭുത ദർശനാകുല, ഈ ഒരു അത്ഭുത ദർശനത്താൽ ആകുലരായി. ഈ തൻ്റെ കൺമുമ്പിൽ കണ്ട ഈ ഒരു കാഴ്ചയെ വിശ്വസിക്കാനാവാതെ അവരാകെ ആകുല എന്നാ പറഞ്ഞ, അത്ഭുതത്തെക്കാളേറെ. ഈ അത്ഭുതം എന്താ? തങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത ഒന്നാണ്. ഉണ്ണിയുടെ അടുത്ത് കിടന്ന ഈ വണ്ടി താനെ പെട്ടെന്ന് അങ്ങോട്ട് തവിടുപൊടിയായി മറിഞ്ഞു വീഴുക. അതുകൊണ്ട് തന്നെ അത്ഭുത ദർശന ആകുലാഹ, പരിഭ്രാന്തരായി എന്നാണ്. അപ്പോൾ ആ തങ്ങളുടെ കൺമുമ്പിൽ കണ്ട ഈ കാഴ്ചയെ വിശ്വസിക്കാതെ ഇരിക്കാൻ വയ്യ. വണ്ടിതാ വളരെ പൊടിഞ്ഞു വീണ് കിടപ്പുണ്ട്, തീരെയും നശിച്ചു പോയിരിക്കുന്നു. എന്നാലോ അതിൻ്റെ അപ്പുറം അതിലൊരു പരിഭ്രാന്തി കൂടി. കാരണം അതിൻ്റെ അടുത്തായിരുന്നു തങ്ങളുടെ കൃഷ്ണനുണ്ണി കിടന്നിരുന്നത്. അതുകൊണ്ട് എല്ലാവരും അല്പം പരിഭ്രാന്തരാവുകയും ചെയ്തു. ഇവിടെ ചില ബുക്കുകളിൽ ഒരു അല്പം പാഠഭേദമുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ, ഈ ഒരു ശ്ലോകത്തിനോട് ചേർന്ന് 2 വരി കൂടി വരുന്നുണ്ട്. ഇതി ബ്രുവന്തോതി വിവാദമോഹിത ജന സമന്താത് പരിവവ്രുരാർത്തവത്. അങ്ങനെ ഒരു 2 വരിയും കൂടി ഇതിനോടൊപ്പം ചേർന്ന് വരുന്നുണ്ട്. ചില ബുക്കുകളിലില്ല, ഉള്ളവർക്ക് അതും കൂടി വായിക്കാം. അതിൻ്റെ അർത്ഥം ഇതി ബ്രുവന്തഹ, ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ബ്രുവന്തഹ പറഞ്ഞുകൊണ്ട്, ബ്രുവന്തോതി വിവാദമോഹിതാഹ, അതിവിവാദമോഹിതാഹ, ബ്രുവന്തഹ അതിവിവാദമോഹിതാഹ. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ബ്രുവന്തോതി വിവാദമോഹിതാഹ. അതിവിവാദമോഹിത എന്ന് പറഞ്ഞാൽ അധികം വിവാദമുണ്ടാക്കി അവർ വിമോഹിതരായി എന്ന് പറഞ്ഞാൽ തങ്ങളിൽ പരസ്പരം പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങിയത്? കഥം സ്വയം വൈ ശകടം വിപര്യക. അതാ തൊട്ട് മുൻപുള്ള വരിയിൽ വരുന്നു, അത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. കഥം സ്വയം വൈ ശകടം വിപര്യക. കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, സ്വയം ഇത് തന്നെ, വൈ ശകടം വിപര്യക, ശകടം, കഥം സ്വയം വൈ ശകടം, ഇതെങ്ങനെയാണ് ഈ ശകടം തന്നെ, ആരുടെയും മറ്റുള്ളവരാരും വന്ന് മറിച്ചിട്ടതല്ല, മറ്റുള്ളത് യാതൊരു ബാഹ്യമായിട്ടുള്ള യാതൊരു ഒരു കാരണവും അവിടെ കാണാനുമില്ല. പെട്ടെന്ന് ഈ വണ്ടി മറിഞ്ഞു വീഴാൻ വിപര്യകാത് എന്നാ പറഞ്ഞത്. അതിങ്ങനെ മറിഞ്ഞ്
എതിർദിശയിലേക്ക് വീഴാൻ, ഉണ്ണി കിടന്നതിന് ഉണ്ണിയുടെ മുകളിലേക്കല്ല, ഉണ്ണിക്ക് എതിർദിശയിലേക്ക് വീഴാൻ, ഉണ്ണിയുടെ മുമ്പിലേക്ക് തന്നെ അത് തവിടുപൊടിയായി വീഴാൻ എങ്ങനെയാണിത് വീണത്? ഇങ്ങനെ ഇത് ബ്രുവന്തോതി വിവാദമോഹിത, ഇങ്ങനെ പരസ്പരം അവരെന്താവും കാരണം ഇങ്ങനെ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ പരസ്പരം ആ ഒരു വാഗ്വാദങ്ങളിൽ മോഹിതാഹ, മോഹിതരായി എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം മനസ്സിലാകാതെ വരുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച മുൻപിൽ കാണുകയും ചെയ്യുന്നു. അവർക്ക് പരിഭ്രാന്തിയോടൊപ്പം വല്ലാതെ മോഹിതരായി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതിഭാസം അവരുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതല്ലാത്തത് കൊണ്ടാണ് അവരവിടെ മോഹിതരായത്. നമുക്ക് തന്നെ അറിയാം, വെറുതെ നിൽക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് തവിടുപൊടിയായി വീണു കഴിഞ്ഞാൽ നമുക്കും ഉണ്ടാകുന്നത് ആദ്യം അത്ഭുതം. പിന്നെയോ നമുക്ക് അതിന് ബാഹ്യമായ ഒരു പ്രേരണ ഇല്ല ആ ഒരു വണ്ടി ഇങ്ങനെ മറിഞ്ഞു വീഴാനെന്നുണ്ടെങ്കിൽ നമ്മളും പലതും ചിന്തിച്ചു കൂട്ടും. ഒടുവിൽ ഉത്തരം കിട്ടാതെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതാണ് തങ്ങളുടെ കൺമുമ്പിൽ കണ്ട ഈ അത്ഭുതകരമായ കാഴ്ചയെന്നറിഞ്ഞപ്പോൾ വല്ലാതെ മോഹിതരായി മാറുകയും ചെയ്തു. ജന സമന്താത് പരിവവ്രുരാർത്തവത്. ജന എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന അത്രയും ജനങ്ങളും സമന്താത് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തു നിന്നും ആ കുട്ടിയുടെ തങ്ങളുടെ കൃഷ്ണനുണ്ണിയുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. കൂടി നിന്നുകൊണ്ട് ആ ജനങ്ങളൊക്കെ കൂടി പരിവവ്രുരാർത്തവത്, പരിവവ്രുഹു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞുകൂടി നിൽക്കുക ആ ഉണ്ണിയുടെ അടുത്ത്. എന്നിട്ടോ ആർത്തവത്, ആർത്തന്മാരെ പോലെ, ദുഃഖിതരെ പോലെ അവരൊക്കെ ചുറ്റിനും കൂടി നിന്ന് ഈ ഒരു വിഷയം തന്നെയായി, അതായത് ഈ ഒരു ഉത്സവ സമയത്തിൻ്റെ പ്രതീതിയൊക്കെ എല്ലാവരിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ വിട്ടുപോയി. അവരൊക്കെ ഇപ്പോൾ ഈ ഉണ്ണിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഉണ്ണിയുടെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഉണ്ണിയുടെ മുൻപിൽ കാണിച്ചു കൊടുത്ത കാണപ്പെട്ട ഈ കാഴ്ച, ഈ അത്ഭുതകരമായ കാഴ്ച ഒരേ സമയം അവരെ സംഭ്രാന്തരാക്കുകയും പരിഭ്രാന്തരാക്കുകയും അതേപോലെ തന്നെ വല്ലാതെ മോഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരൊക്കെ ചുറ്റിനും കൂടി നിന്ന ദുഃഖിതരെ പോലെ ആ വണ്ടി പോയതാണോ, ഇപ്പോൾ വണ്ടി എങ്ങനെ മറിഞ്ഞു വീണു എന്നുള്ളതിൻ്റെ ഒരു പരിഭ്രാന്തി, അതേസമയം തങ്ങളുടെ ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നറിഞ്ഞിട്ടും നമുക്കൊക്കെ അല്ലേ പെട്ടെന്നൊരു ഇത് വരുമ്പോൾ ഒരു ഷോക്കിൽ നിന്നും മുക്തി നേടാൻ അല്പം സമയമെടുക്കും. പെട്ടെന്ന് നമുക്ക് കൺമുൻപിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാണരുതാത്ത ഒരു കാഴ്ച പെട്ടെന്ന് നടക്കുമ്പോൾ, അതവിടെ മുന്നേ നടന്നിരുന്ന അറിഞ്ഞിട്ട് പോയി ഒരു സംഭവം കാണുകയല്ല, പെട്ടെന്ന് തങ്ങളുടെ കൺമുൻപിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത നല്ലപോലെ നിന്നിരുന്ന ഒരു വണ്ടി പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു വീഴുക, ഭക്ഷണങ്ങളും പാത്രങ്ങളും ഒക്കെ തവിടുപൊടിയാകുക, അങ്ങനെ ഒന്ന് കാണുമ്പോൾ പെട്ടെന്ന് അല്പനേരത്തേക്ക് നമുക്ക് ഒരു നിസ്സംഗത, ഒരു നിസ്സഹായാവസ്ഥ, ഒന്നും മനസ്സിലാകാത്ത ഒരു അവസ്ഥ ഒക്കെ നമുക്കുണ്ടാവും. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ല, എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയില്ല. ഇങ്ങനെ പല പല ചോദ്യങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ പല പല ചിന്തകളുടെ നടുവിൽ സ്തബ്ധരായി നിന്നു പോകുന്ന ഒരവസ്ഥയാണ്. ദുഃഖിതരായി ആ ഉണ്ണിയുടെ ചുറ്റും കൂടി നിന്നുകൊണ്ട് ആളുകളൊക്കെ ഈ വണ്ടി എങ്ങനെയാണ് സ്വയം ഇങ്ങനെ പൊടിഞ്ഞു പോയത്, ഇങ്ങനെ ചർച്ചകൾ നടത്തി ദുഃഖിതരായി മോഹിതരായി പരിഭ്രാന്തരായി അങ്ങനെ നിന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ട്വാ യശോദാ പ്രമുഖാ വ്രജസ്ത്രിയ ഔത്ഥാനികേ കർമ്മണിയാ സമാഗതാ നന്ദാദയശ്ചാത്ഭുതദർശനാകുലാ കഥം സ്വയം വൈശകടം വിപര്യഗാത് ഇതി ബ്രുവന്തോതി വിവാദമോഹിതാ ജനാ സമന്താത് പരിവവ്രുരാർത്തവത്. നീ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ടാമത്തെ വരിയിൽ ഔത്ഥാനികേ കർമ്മണി യാ സമാഗതാ, രണ്ടിടത്തും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്.
അപ്പോൾ അകാരം നീട്ടിയെടുത്ത് പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് നന്ദാദയശ്ചാത്ഭുത ദർശനാകുല. അവിടെയും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അത് ശ്രദ്ധിക്കണം. മറ്റൊന്ന് മുൻപ് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, നന്ദാദയശ്ചാത്ഭുത, അവിടെ അകാരം വരണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദർശനാകുല, ഇർ എന്നല്ല രാ ആണ് അവിടെ വരേണ്ടതെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ദർശനാകുല, രകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക അവിടെ. പിന്നെ 4ാമത്തെ വരിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നുമില്ല, എളുപ്പമുള്ളതാണ്. ഇനിയും അടുത്ത 2 വരി ബുക്കിലുള്ളവർക്ക് ഇതി ബ്രുവന്തോതി വിവാദമോഹിത, അവിടെ ബ്രുവന്തോതി വിവാദമോഹിതാഹ, അതത്രയും ചേർത്ത് തന്നെ എടുക്കുക. അവസാനം അകാരം നീട്ടിയെടുക്കുക, പകുതി ഹകാരത്തിൽ വായിക്കുക, കാരണം വിസർഗമുണ്ട്. അതിൻ്റെ താഴെ ജനാഹ്, അവിടെയും വിസർഗവും ദീർഘവുമുണ്ട്. പിന്നെ പരിവവ്രുരാർത്തവത്, പരിവവ്രുഹു ആർത്തവതാണ്, രായ്ക്ക് അകാരം നീട്ടിയെടുത്ത് രാ ജോയിൻ ചെയ്യാൻ വന്നതാണ്. പരിവവ്രുരാർത്തവത്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് അടുത്ത സത്സംഗത്തിൽ അടുത്ത ശ്ലോകം കാണാമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.